കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. വീടിന് സമീപത്തുള്ള കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നുവെന്നാണ് വിവരം. കുളത്തിലേത് ഉൾപ്പെടെ ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കും. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, കുട്ടിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ കുട്ടിയെ ആദ്യം കാണിച്ചത് അവിടുത്തെ താലൂക്ക് ആശുപത്രിയാണ്. അപ്പോൾ ഈ ആശുപത്രിക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ രോഗം കണ്ടുപിടിക്കാൻ അടക്കം വൈകി എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയും മറ്റു മുൻകരുതലുകളും ഒക്കെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അതായത് ഇന്നലെ രാത്രിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. അതിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മരിച്ച അനയുടെ വീടിന്റെ പരിസരത്താണ്. അവിടെ ഈ ആരോഗ്യ വകുപ്പ് പറയുന്നത്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുളം, ഈ കുളത്തിൽ ഈ കുട്ടി കുറച്ചു ദിവസം മുൻപ് കുളിച്ചിരുന്നു. ഒരുപക്ഷെ ഈ കുളത്തിൽ നിന്നാകാം ഇങ്ങനെയൊരു രോഗം വന്നത് എന്നുള്ളതാണ് പ്രാഥമികമായും ആരോഗ്യ വകുപ്പിന്റെ നിഗമനം. പക്ഷേ ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഈ വെള്ളത്തിന്റെ സാമ്പിൾ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പ് ശേഖരിക്കും, ഇന്ന് തന്നെ ശേഖരിക്കും. അതിനുശേഷം നടത്തുന്ന പരിശോധനയിലായിരിക്കും കൂടുതൽ സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുളമാണ് ഈ രോഗത്തിന്റെ ഉറവിടം എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഭയപ്പാട് ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതായത് ഈ മരിച്ച അനയ്ക്കൊപ്പം തന്നെ നിരവധി കുട്ടികൾ ഈ കുളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ കുളത്തിൽ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതകൾ ഒക്കെ ഇവിടെ നിർദ്ദേശം നൽകേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും അനയുടെ സഹപാഠികൾക്കും ഒപ്പം തന്നെ 2 സഹോദരങ്ങൾക്കും സമാനമായി പനി ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചിട്ടുണ്ട്. ഇവർ നിരീക്ഷണത്തിലാണ്. ആരോഗ്യനിലയിൽ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇവിടെ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊപ്പം ഇവിടെയുള്ള ഒരു പ്രദേശവാസി കൂടെ ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കുളമാണ് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്? ആരോഗ്യവകുപ്പ് ഇതുവരെ ഇന്നലെ രാവിലെ ഒന്ന് വന്നു പോയി എന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളിലൊന്നും സംവിധാനങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു കുട്ടിക്ക് പനി വന്ന സമയം മുതൽ ഇവിടെ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് വേണ്ട രീതിയിലുള്ള പരിചരണം കിട്ടാത്തതിൻ്റെ ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പം ഈ രക്ഷിതാവ് ഇവരെ ഫാമിലി പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഇവർ ആക്ച്വലി ഇവിടുത്തുകാരല്ല. അതുകൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോടും നഴ്സിനോടൊക്കെ ഇവർ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പോലും വേണ്ട രീതിയിൽ മതിയായ രീതിയിലുള്ള ഒരു ശുശ്രൂഷ കിട്ടാത്തതിൻ്റെ ഒരു പോരായ്മ അവിടെ നടന്നിട്ടുണ്ട്. 10 മണിക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം 4 മണിക്ക് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതിന് ശേഷമാണ് ഇവിടുന്ന് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അത് 108 ആംബുലൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് ബുക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വരികയും അങ്ങനെ ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് തന്നെ അവിടെ ആംബുലൻസിൻ്റെ നേഴ്സ് പറയുകയും ചെയ്തിട്ടുണ്ട് മകൾക്ക് പൾസ് തീരെ ഇല്ല എന്നുള്ള ഒരു സംഗതി പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഇപ്പം ഇൻക്വസ്റ്റ് മെയിൻ സാക്ഷിയായിരുന്നു ഞാൻ. അപ്പം നമുക്ക് മോളെ കാണുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലഡ് മൂക്കെന്നും വായെന്നും ചെവിന്നൊക്കെ ബ്ലഡ് വന്നിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനായി ഉണ്ടായിരുന്നത്. ഇവിടെ ഈ കുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ വന്നിട്ട് നിരന്തരം ചാടുന്ന ഈ മക്കൾ തന്നെ ഇവർക്ക് വീട്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട സമയം 1 മണിക്കൂറാണ് ഈ കുളത്തിൽ കുളിക്കാനുള്ള സമയം. അത് കറക്റ്റ് ടൈം പാലിച്ചുകൊണ്ട് കുറച്ച് ചാടും, നേരെ പോയി അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ക്ലോക്കിൽ നോക്കും. അങ്ങനത്തെ രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്തു പോകുന്ന മക്കളാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ വലിയ മുതിർന്നവരായിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടും ഈ കുളത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത് ഞങ്ങൾ ഈ രോഗത്തിനൊരു കാരണം കാണുന്നുള്ളൂ. ആണെങ്കിൽ കൂടുതൽ ജാഗ്രത വേണ്ടി വരുമല്ലേ? തീർച്ചയായിട്ടും ക്വാറന്റൈനിൽ പോകേണ്ട ആളുകൾ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അങ്ങനത്തെ രീതിയിലുള്ള ഇടപെടലുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പം നമ്മൾ വേണ്ടപ്പെട്ട ആളുകളെ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് ഇതിൻ്റെതായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും എന്താ പറയുക, ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയതുകൊണ്ട് സഹപാഠിക്കും വന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വലിയൊരു വ്യാകുലത ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണമാണ്. അതായത് ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു രോഗമുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ വളരെയധികം വൈകിപ്പോയി എന്നുള്ളതാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടിയെ ചികിത്സയ്ക്ക് ആദ്യം കൊണ്ടുപോയത്. പക്ഷേ ഇവിടെ നിന്നും ആവശ്യമായ ചികിത്സ ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇതും ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്നും വൈകിപ്പിച്ചു. അതാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായത് എന്നുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതേസമയം
താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആംബുലൻസ് എത്താൻ വൈകിയതാണ് ഈ ഒരു ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വൈകാൻ കാരണമെന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടെ നടക്കേണ്ടതുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു രോഗമാണെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി അതിന് കൃത്യമായ ചികിത്സ നൽകിയാൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ കുടുംബം ഇത് ചികിത്സ വൈകി എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം നടക്കണം. അതോടൊപ്പം തന്നെ ഈ പിറകിൽ കാണുന്ന കുളം, ഇതാണ് രോഗത്തിന്റെ ഉറവിടമെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഈ പ്രദേശത്ത് നൽകേണ്ടതുണ്ട്.